മിഷൻ പൂർണ്ണമായിട്ടും പൊളിച്ചെഴുതാൻ പോകുന്നു എന്ന തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വാർത്തയിലൊരു വാസ്തവമില്ല. അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടുമില്ല. എങ്ങനെയാണ് ആ വാർത്ത ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒന്ന് പൊളിച്ചെഴുതുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ശ്രമമൊന്നും ആലോചിച്ചിട്ടില്ല. ലൈഫ് മിഷൻ തുടരുമോ? എന്താണ് അതുമായി സംബന്ധിച്ചുള്ള തീരുമാനം? സത്യത്തിൽ അങ്ങനെ ഒരു ആലോചനയില്ല. കാരണം ലൈഫ് മിഷന്റെ ആളുകളുമായി ഞാൻ ഡിസ്കഷൻ പോലും നടത്തിയിട്ടില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ താല്പര്യമുള്ളൂ, ഡീസെൻട്രലൈസേഷനാണ് നമ്മൾ പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനപരമായ താല്പര്യം. അത് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് സെൻട്രലൈസ് ചെയ്യപ്പെട്ടത് അത് പരിശോധിക്കണം. അതെന്തായാലും അത് ഗ്രാമ സ്വരാജിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഞങ്ങൾ ഗ്രാമസഭകളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പഞ്ചായത്തിലേക്ക് വരേണ്ടുന്ന പല അധികാരങ്ങളും കഴിഞ്ഞ 10 വർഷം കൊണ്ടത് സെൻട്രലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഗ്രാമസഭകൾക്ക് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ എയിമാണ്. അത്രേ അതിൽ കാര്യമുള്ളൂ. അത് കേൾക്കുമ്പോഴേക്കും ലൈഫ് പദ്ധതി പൊളിക്കാന്നൊക്കെ പറയുന്നത് വളരെ ഒരു കടന്ന വർത്താനാണ്. അങ്ങനെയൊന്നും എന്തായാലും ഇല്ല. ലൈഫ് മിഷൻ പദ്ധതി കണ്ടിന്യൂ ചെയ്യുക, എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം? ഞാൻ പറഞ്ഞില്ല, അതൊരു അഭിപ്രായമേ പറയാനായിട്ടില്ല. വേണമെങ്കിൽ ഈ മന്ത്രിസ്ഥാനമൊക്കെ ഏറ്റെടുത്താലൊക്കെ നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാമെന്നല്ലാതെ അത് ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കടൽ പോലെ പരന്നു കിടക്കുന്ന വകുപ്പാണ്. ഞാൻ ഓരോ ഭാഗവും ഇങ്ങനെ ഓരോ ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ചിട്ട് വളരെ ശക്തമായ നടപടികളുണ്ടാവും, നിലപാടുകളുണ്ടാവും. അത് പഠിച്ചതിന് ശേഷം അഭിപ്രായം പറയുകയും ചെയ്യും. യു ഡി എഫ് വലിയ പ്രതിഷേധമായി വന്നതായിരുന്നു ലൈഫ് മിഷനെതിരെ. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും അതേ ചോദ്യങ്ങൾ ചെയ്യുന്നത്. അല്ല, യു ഡി എഫിന് പ്രതിഷേധമുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ടാവാം. പക്ഷേ അത് ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് ബോധ്യപ്പെടണം. നമ്മളങ്ങനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം കയറിയിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ആലോചിച്ച്, പ്രത്യേകിച്ച് ക്യാബിനറ്റിനകത്തൊക്കെ ഈ ഡിസ്കഷൻ വന്നിട്ടുണ്ട്. ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ട ഡിസ്കഷനൊക്കെ ക്യാബിനറ്റിനകത്ത് പോലും വന്നിട്ടുണ്ട്. മറ്റന്നാളും ക്യാബിനറ്റുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ആലോചിച്ചിട്ട് മാത്രം, അതല്ലാതെ എൻ്റെ മാത്രം ഒരു അഭിപ്രായമോ അങ്ങനെയൊന്നും അല്ല ഇതിൽ വരിക. എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ അധികാരം നൽകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഇംപ്ലിമെന്റേഷൻ? അതിന്റെ ഇംപ്ലിമെന്റേഷൻ പരിശോധിക്കണം. ഏതൊക്കെ അധികാരങ്ങളാണ് സെൻട്രലൈസ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഈ മദ്യശാലകളൊക്കെ വരുമ്പോൾ നമ്മുടെ പഞ്ചായത്തുകൾക്ക് റോളില്ലാതായി. നേരത്തെ റോൾ ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ LP സ്കൂളിലൊക്കെ ഇന്റർവ്യൂ നടക്കുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് പോലും റോൾ ഉണ്ടായിരുന്നു. അതില്ലാതെ പോയി. അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി അധികാരങ്ങൾ, ഗ്രാമസഭയുടെ 10ഓളം അധികാരങ്ങൾ സെൻട്രലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഗ്രാമസഭകൾക്ക് തിരിച്ചു കൊടുക്കണം. എന്താണെന്നുള്ളത് വഴിയെ പറയും. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അപകടകാരികളായിട്ടുള്ള തെരുവ് നായകളെ ആവശ്യമെങ്കിൽ കൊല്ലാം എന്നുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തെരുവുനായ ശല്യമുണ്ട്. ദിനംപ്രതി അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളുകൾ ചികിത്സ തേടുന്നുണ്ട്. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്തായിരിക്കും? അല്ല, ഈ തെരുവുനായ ശല്യം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരുപാട് പരാതികൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതിനകത്ത് ഈ കൊല്ലുക എന്നൊക്കെ പറയുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അത് അങ്ങനെ ഒറ്റടിക്ക് അങ്ങനെ തെരുവായ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. ആ പ്രശ്നത്തെ നമ്മൾ സമീപിക്കുന്നത് പഠിച്ചിട്ട് തന്നെ സമീപിക്കും. പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കും. സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ആയിരിക്കും അത്. എങ്ങനെയാണ് അതിന് ഉപയോഗിക്കുന്ന ടേംസുകൾ ഞങ്ങൾ പറയും. എന്തായാലും അതുണ്ടാവും. മറ്റൊന്ന്, നഗരാസൂത്രണം, പ്ലാനിംഗ് ഒക്കെ തങ്ങളുടെ വകുപ്പിൽ തന്നെ. മഴക്കാലമാണ്, ശുചീകരണം വലിയ പ്രശ്നമാണ് എല്ലായിടങ്ങളിലും. മഴക്കാലപൂർവ്വ ശുചീകരണം കഴിഞ്ഞ സർക്കാർ ചെയ്യേണ്ടതാണ്. ഇപ്പം തുടങ്ങി വെച്ച് മഴ എത്തിക്കഴിഞ്ഞു. ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള യോഗം ചേരാനോ അങ്ങനെന്തെങ്കിലും നിർദ്ദേശം നൽകുകയോ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും മുന്നൊരുക്കം പുതിയ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിലുണ്ടോ? റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് അത് ചെയ്യുന്നത്. എല്ലാ ജില്ലകൾക്കും 1 കോടി രൂപ പ്രീ മൺസൂൺ വർക്കുകൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കലക്ടർ യോഗം വിളിച്ചിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് വകുപ്പിനൊന്നും അങ്ങനെ ചെയ്യാനുള്ള നിർദ്ദേശം ഇതുവരെ കിട്ടിയിട്ടില്ല. സന്തോഷം. മന്ത്രി ഏത് ജില്ലയുടെ ചുമതലക്കാരനാണെന്നുള്ളത് സംസ്ഥാനത്തിന്റെ ചുമതലയാണ് മന്ത്രിക്ക്. അത് ചില പാർട്ടി നടത്തുന്ന അറേഞ്ച്മെന്റ്സുകൾ മാത്രമായിരിക്കും. അത് നമ്മളങ്ങനെ വേറെ അർത്ഥത്തിൽ പറയുന്ന കാര്യമില്ല. സംസ്ഥാനത്തിന് ഒരു മന്ത്രിയല്ലേ ഉള്ളൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒറ്റൊന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ മാത്രമേ പോകാൻ പാടില്ല. ജില്ലകൾക്ക് ഓരോ മന്ത്രിമാരുടെ ചുമതല അല്ല, അത് വരുമായിരിക്കും. ഇപ്പൊ അതല്ല. എന്തായാലും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സമരം എനിക്കറിയാം. ഞാൻ സമരത്തിലെ വിക്ടിമുകളെയും എല്ലാവരെയും കണ്ടതാണ്. അത് വഴിയെ നോക്കിയിട്ട് പറയും. ഒറ്റടിക്ക് അങ്ങനെ അതിൽ കമന്റ് ഇല്ല.